സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച പുല ആരൊക്കെയാണ് ആചരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് പുല എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന നമ്മുടെ ഒരു സംശയമാണ്, ഈ മരിച്ച വീടുകളിൽ നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ? അതുപോലെ തന്നെ ഈ നിലവിളക്ക് കൊളുത്തുന്നുണ്ടെങ്കിൽ അത് ആർക്കാണ് കൊളുത്താൻ പറ്റുക, അല്ലെങ്കിൽ ഈ പുല ആചരിക്കുന്ന വീടുകളിൽ ആർക്കൊക്കെയാണ് നിലവിളക്ക് കൊളുത്താനുള്ള അധികാരമുള്ളത്, അവരുടെ കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമ്മൾക്ക് മുന്നിലേക്ക് വരും. അപ്പോൾ ആ ഒരു സംശയം തീർക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പറയട്ടെ, നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തണം, അത് മറക്കരുത്. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. മരിച്ച വീടുകളിൽ നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യാതൊരുവിധ സംശയവും വേണ്ട. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിലവിളക്ക് കൊളുത്താം. അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പൊലയല്ലേ, പൊലയുള്ളിടത്ത് നമുക്ക് നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ? അത് മഹാപാപമല്ലേ? അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പുല. പുല എന്ന് പറഞ്ഞാൽ അശുദ്ധിയാണ് എന്നതൊക്കെ വളരെ കൃത്യമായിട്ട് അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പുലയുള്ള വീട്ടിൽ അശുദ്ധി ഉണ്ടാകും. അപ്പോൾ ആ അശുദ്ധി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ തലക്കരികിൽ നിലവിളക്ക് കൊളുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ പുലയുള്ള വീട്ടിൽ മാത്രമല്ല, മരിച്ച വ്യക്തിയുടെ അരികിൽ നിലവിളക്ക് കൊളുത്തി വെക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് നിലവിളക്ക് കത്തിച്ചുകൂടാ? മരിച്ച വ്യക്തിയുടെ തലക്ക് മുകളിലാണല്ലോ നിലവിളക്ക് കൊളുത്തി വെക്കുന്നത്. ശവത്തിൻ്റെ അരികിൽ വിളക്ക് കൊളുത്താമെങ്കിൽ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? അത് എന്തിനാണ് ശവത്തിൻ്റെ അരികിൽ നിലവിളക്ക് കൊളുത്തുന്നതെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്ന അണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന നിലവിളക്ക് കൊളുത്തി വെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യം കൊണ്ടിരിക്കട്ടെ, കൊതുകിൻ്റെ ശല്യം ഉണ്ടാകുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ അകറ്റാൻ വേണ്ടി അഷ്ടഗന്ധം പുകയ്ക്കാറുണ്ട്. അതുപോലെ ഈ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദുഷിച്ച അണുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് എള്ളെണ്ണയും കോട്ടൺ തിരിയും കൂടി കത്തുമ്പോൾ ആ വിളക്കിൻ്റെ പ്രതലം ചൂട് പിടിക്കുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നതോട് കൂടിയിട്ട് അവിടെയുള്ള വിളക്ക് ചുറ്റും ഉള്ള അണുക്കളെ നശിപ്പിക്കുന്നു. ആ അണുക്കളെ നശിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തലയ്ക്ക് മുകളിൽ കത്തിച്ച് വെക്കുന്ന വിളക്ക് ഈ മരിച്ച വീട്ടിൽ ആ പുല കഴിയുന്ന 10 ദിവസം വരെ അണയാതെ സൂക്ഷിക്കും. കാരണം കൃത്യമായിട്ട് ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, അണുക്കളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റ് നേരത്തേക്കല്ല കത്തിക്കുക. ആ കൊതുകിൻ്റെ ശല്യം തീരുന്നത് വരെ നമ്മൾ ആ അഷ്ടഗന്ധം പുകച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ കൊതുക് തിരി പുകച്ചുകൊണ്ടിരിക്കും എന്ന് പറയാം. അപ്പോൾ ഈ അണുക്കൾ നശിക്കണമെങ്കിൽ 10 ദിവസത്തോളം വരുന്നത് തന്നെ കാരണം ഈ വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഗുണം കൂടിയാണ്. അതും കൂടി ചെയ്താലാണ് 10 ദിവസം കൊണ്ട് അണുക്കൾ പെട്ടെന്ന് ഇത് പൂർണ്ണമായിട്ട് നശിക്കുന്നത്. അപ്പോൾ ഈ വിളക്കിൻ്റെ പ്രതലം ചൂട് പിടിക്കും, അതിനനുസരിച്ച് നമ്മൾ തിരിയിടണം. 2 തിരിയാണെങ്കിൽ 2 ദിശയിലേക്കായിട്ട് നമുക്ക് തിരിയിടാം. ഒരു തിരിയിടുന്നത് ഈ മരിച്ച വ്യക്തിയുടെ നേർക്കായിരിക്കണം. എന്തിനാ? ആ മരിച്ച വ്യക്തിയിൽ നിന്നാണ് ഈ അണുപ്രസരം വരുന്നത്. അവരുടെ തലയ്ക്ക് മുകളിലാണുള്ളത്.
അപ്പോൾ ആ തിരിയുടെ മുകളിൽ ആ തിരി അയാളുടെ നേർക്കായിട്ടിടണം. ഇവിടെ തെക്ക് വടക്ക് പടിഞ്ഞാറ് അതൊന്നും വിഷയമല്ല. ഇത് ആർക്ക് വേണ്ടി കത്തിക്കുന്നത്? ഈ ശവത്തിൽ നിന്നുള്ള അണുക്കളില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നടന്നു പോവുകയാണെന്നിരിക്കട്ടെ, നടന്നു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വെളിച്ചമുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലേക്കാണ് വെളിച്ചം അടിക്കേണ്ടത്. കാരണം നമുക്കാണ് വഴി അറിയേണ്ടത്. അതല്ലാതെ കിഴക്കോട്ട് അടിച്ചിട്ടേ നടക്കാവൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അത് നമ്മൾക്ക് അത് യാത്ര ചെയ്യുമ്പോൾ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെളിച്ചം അടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ശവത്തിൻ്റെ അരികിൽ കത്തിക്കുന്ന തിരി എങ്ങോട്ട് അനുകൂലമായിരിക്കണം? ഈ ശവത്തിന് അനുകൂലമായിട്ട് വേണം തിരിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ചൂട് പിടിക്കുമ്പോൾ വിളക്ക് അവിടെ തിരി കത്തുമ്പോൾ ആ വിളക്കിൻ്റെ അവിടെ ചൂട് പിടിക്കല്ലോ. അത് വിളക്ക് പൂർണ്ണമായി ചൂട് പിടിക്കണമെങ്കിൽ അതിൻ്റെ നേരെ എതിർ ദിശയിലും കൂടി ഇടണം. എന്നാൽ ആ രണ്ട് ഭാഗത്തു നിന്നും ചൂട് ഇതിൽ കൃത്യമായിട്ട് വിളക്ക് ചൂട് പിടിക്കും. എന്നാലും വിളക്ക് പൂർണ്ണമായിട്ട് ചൂട് പിടിക്കും. രണ്ട് തിരി അടുപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ മറുഭാഗം ചൂട് പിടിക്കാൻ താമസിക്കും. അപ്പോൾ രണ്ട് ഭാഗത്തും തുല്യ അകലത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിലോ രണ്ട് ഭാഗത്തും ചൂട് പിടിച്ചിട്ട് വിളക്കിൽ നിന്നും ആ പോസിറ്റീവ് എനർജി വന്നിട്ട് അണുക്കളെ നശിപ്പിക്കും എന്നുള്ളതാണ് ചിന്ത. അപ്പോൾ അത്തരത്തിൽ ഈ തിരി അങ്ങോട്ടിട്ട് കത്തിക്കുന്നു. അതും ഈ പൊല കഴിയുന്നത് വരെയുള്ള 10 ദിവസവും അണയാതെ കത്തിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി തീർന്ന ഇനി ഈ മരിച്ച വീടുകളിൽ ഈ ബലികർമ്മങ്ങൾ നടത്തില്ലേ, മറ്റ് പൂജകൾ ചെയ്യില്ലേ, ഇനി ആവാഹനവും മറ്റുണ്ടെങ്കിൽ ഗണപതി ഹോമം ചെയ്യില്ലേ? ഈ സമയത്തായിരുന്നു ഈ നിലവിളക്കല്ലേ കത്തിക്കുന്നത്? പൊലയുള്ള വീടല്ലേ അത്? ഈ പൊലയുള്ള വീട്ടിൽ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും ബലികർമ്മം ചെയ്യുമ്പോഴും ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെയൊക്കെ നിലവിളക്കിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവിടെയൊക്കെ തന്നെ ഇതിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാരണവശാലും മരിച്ച വീടാണ്, പൊലയുള്ള വീടാണ് എന്ന് കരുതി അവിടെ നിലവിളക്ക് കൊളുത്താതിരിക്കരുത്. നിർബന്ധമായിട്ടും നിലവിളക്ക് കൊളുത്തണം എന്നുള്ളത്. അപ്പോഴാണ് ഇപ്പോൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ പൂജാമുറിയിൽ കത്തിക്കാൻ പാടുണ്ടോ? എന്തേ പൂജാമുറിയിൽ കത്തിക്കുന്നതിന്? വിളക്ക് കൊളുത്തുന്നത് എന്തിനാണ്? അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ആ അണുപ്രസരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ദോഷം ചെയ്യും. അതുപോലെ പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തുന്നതും ദേവന് വേണ്ടിയിട്ടല്ല, അതും മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പൂജാമുറിയിൽ എന്തിനാണ് നിലവിളക്ക് കൊളുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, ഏത് സമയത്താണ് കൊളുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഈ വേദിയിൽ പറയണ്ട. ഏതായാലും പൂജാമുറിയിലായാലും നിലവിളക്ക് കൃത്യമായിട്ട് നമ്മൾ കത്തിച്ചിരിക്കണം. കാരണം ഈ അണുക്കളുടെ പ്രസരം ആ ഒരു റൂമിൽ മാത്രമായിരിക്കില്ല, ആ വീട്ടിലെല്ലാ സ്ഥലത്തും ഉണ്ടാകും. അപ്പോൾ അവിടെയും നിലവിളക്ക് കൊളുത്തണം. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഉമ്മറത്ത് കത്തിക്കണം. നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് ഉമ്മറത്ത് വെക്കുന്നത് നല്ലത്. അപ്പോൾ പുറത്ത് നിന്നുള്ള ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കടക്കില്ല എന്നുള്ളതാണ്. ഏതായാലും മരിച്ച വീടുകളിൽ യാതൊരു സംശയവും വേണ്ട, അവിടെ പൊലവാലായ്മ ബാധകമല്ല, അവിടെ നിർബന്ധമായിട്ട് നിലവിളക്ക് കൊളുത്തണം. ഇപ്പോഴും വേറൊരു സംശയം വരും, എന്താണെന്നറിയോ? അത് മരിച്ച വീടിൻ്റെ കാര്യം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പൊലയുണ്ട്, ഞാൻ ആ മരിച്ച വീട്ടിലല്ല, തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്, എൻ്റെ വീട്ടിൽ പൊലയുള്ള ഞാൻ വിളക്ക് കൊളുത്താൻ പാടുണ്ടോ? 100% വിളക്ക് തെളിക്കും. എന്തുകൊണ്ടാണ്? ഈ പൊല എന്ന് പറയുന്നത് എന്നെ ബാധിച്ചിരിക്കുന്നത് ഈ അണുക്കൾ കാരണമാണല്ലോ, ആ വീടുമായി ബന്ധപ്പെടുന്നത് കൊണ്ടാണല്ലോ, ആ മരിച്ച വ്യക്തിയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണല്ലോ എന്നെയും ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അണുക്കളെ നശിപ്പിക്കണ്ടേ? അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണ്ടേ? അപ്പോഴെന്ത് വേണം? നമ്മുടെ വീട്ടിലായാലും പൊലയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിളക്കിന് ഒരു പൊലയോ വാലായ്മയോ ബാധകമല്ല. നിലവിളക്ക് എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ ഇല്ലാതെയാക്കി അവിടെ വിജ്ഞാനത്തിൻ്റെ പ്രകാശം പകരുന്നു, അന്ധകാരത്തെ ഇല്ലാതെയാക്കി അവിടെ വെളിച്ചമുണ്ടാക്കുന്നു, ദോഷത്തെ ഇല്ലാതെയാക്കി അവിടെ നന്മയുണ്ടാക്കുന്നു, ദുഷിച്ച അവസ്ഥയെ ഇല്ലാതെയാക്കി അവിടെ ശ്രേഷ്ഠമായ അവസ്ഥയുണ്ടാക്കുന്നു. അതാണ് നിലവിളക്ക്. അപ്പോൾ ദുഷിച്ച സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കണമെങ്കിൽ അവിടെ കൊടുത്തു വെച്ചാൽ അതില്ലാണ്ടാവും. അജ്ഞാനത്തിൻ്റെ അരികിൽ വെളിച്ചം വെച്ച് കഴിഞ്ഞാൽ ആ ഇരുട്ടകന്ന് അവിടെ വെളിച്ചമുണ്ടാകും. അപ്പോൾ ഈ ദോഷമായിട്ടുള്ള അവസ്ഥയെ ഇല്ലാതാക്കാൻ നിലവിളക്ക് നിർബന്ധമായും കത്തിക്കണം. നമ്മൾ ഒരു കാരണവശാലും മാറി നിൽക്കല്ല വേണ്ടത്. അവിടെ പൂജാമുറിയിൽ നമ്മൾ കത്തിക്കണം. അത് ആര് കത്തിക്കാം? നമ്മൾ തന്നെ കത്തിക്കാം. നമ്മൾക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. എനിക്കൊരു അസുഖം വന്നു, അപ്പോൾ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞു. ആരാ കഴിക്കേണ്ടത്? അസുഖമുള്ള ആൾ കഴിക്കണം. മറ്റൊരാളെ ഈ ഗുളിക കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾക്കൊരു വയറുവേദന വന്നു, അല്ലെങ്കിൽ കാലുളുക്കി, നമ്മൾ തന്നെ തടയണം, അല്ല വേറെ ആൾ നമ്മൾക്ക് തടയി തരണം. നമ്മൾക്ക് ഈ രോഗാണുക്കളും മറ്റു ദുരിതങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മളല്ലേ അതിന് പരിഹാരം കണ്ടത്? നമ്മൾ നിലവിളക്ക് കൊളുത്തണം. നമ്മൾ തന്നെ അവിടെ നിലവിളക്ക് കൊളുത്തണം. ഒരു തെറ്റുമില്ല. അതുകൊണ്ട് നമ്മൾ മാറ്റിയിരുത്തരുത്. അപ്പം നിലവിളക്ക് കൊളുത്തേണ്ടത്
പൊലയുള്ളതോ ബാലായ്മയോ പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തരുത്. ബാലായ്മയുണ്ട്, ജനിച്ച പൊലയാണ്, ജനിച്ചതോടുകൂടിയുള്ള അശുദ്ധിയാണ് ഈ പറയുന്ന ബാലായ്മ. അപ്പോൾ അതിന് നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ? നിർബന്ധമായിട്ട് നിലവിളക്ക് കൊളുത്തണം. അത് എവിടെ കൊളുത്തണം എന്ന് പറയാം, അതും വളരെ ശ്രദ്ധിക്കണം. ഈ നിലവിളക്ക് ബാലായ്മയിലെടുത്ത് കൊളുത്താൻ വേണ്ടി പറയുന്നത് എന്താണെന്നറിയാം? അത് മരിച്ച വ്യക്തിയിൽ നിന്ന് അണുക്കൾ ഉണ്ടാകും. അപ്പോൾ ആ അണുക്കളെ നശിപ്പിക്കാനാണെങ്കിൽ ഈ ജനിച്ച വീട്ടിലുള്ള ബാലായ്മയ്ക്ക് നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്. എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കാറുണ്ട് ചില ആൾക്കാർ. നിലവിളക്ക് കൊളുത്താണ് വേണ്ടത്. എന്തെന്നാൽ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ തന്നെയാണ് പ്രസവം നടക്കാറ്. നമ്മുടെ വീടുകളിലാണ് പ്രസവം നടക്കാറ്. അപ്പോൾ ആ പ്രസവം ഒരു വയറ്റാട്ടി വന്നിട്ടാണ് എടുക്കാറ്. എന്ന് വെച്ചാൽ ആ അവസരത്തിൽ ഈ കുട്ടിക്കും അമ്മയ്ക്കും യാതൊരു വിധത്തിലുള്ള അണുബാധയും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ ആ പ്രസവിച്ച സമയത്ത് അവരെ പ്രത്യേകിച്ച് ഒരു ICU അല്ലെങ്കിൽ പ്രസവ വാർഡ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വാർഡിലാണ് അവർ ഇടുക. കാരണം അണുപ്രസരം ഉണ്ടാവാതിരിക്കാൻ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് അവർ പാർപ്പിക്കുക. പണ്ട് വീടുകളിലാകുമ്പം നിരവധി ആൾക്കാർ വന്നും പോയും കൊണ്ടിരിക്കുന്ന സ്ഥലമാകുമ്പം അണുപ്രസരം നല്ലതുപോലെ ഉണ്ടാകും. അപ്പോൾ ഈ അണുക്കൾ അവരെ ബാധിക്കാതിരിക്കാൻ യഥാവിധി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടിക്കരികിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. നമ്മളെന്ത് ചെയ്തെന്നറിയോ? ഈ പാശ്ചാത്യരായ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നശിപ്പിക്കുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, അയ്യോ ഇത് പൊലയുണ്ട്, ബാലായ്മയാണ്, നിങ്ങൾ അതൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചു. ഒരു ദോഷവുമില്ല. വിളക്ക് അശുദ്ധിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതല്ല, അശുദ്ധി ഇല്ലാതാക്കി അവിടെ ശുദ്ധി ഉണ്ടാക്കുകയാണ് വിളക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോൾ ഇവിടെ ഈ പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടിക്കരികിൽ നമ്മൾ വിളക്ക് കൊളുത്തി വെക്കുകയാണ് വേണ്ടത്. കാരണം ആ പെൺകുട്ടിക്ക് യാതൊരു വിധത്തിൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്കും ആ കുട്ടിക്കും യാതൊരു വിധത്തിലുള്ള അണുബാധയും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്നാമത് പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് പശുവിൻ നെയ്യ് ഒഴിച്ചിട്ട് തന്നെ നിലവിളക്ക് കൊളുത്തുകയാണെങ്കിൽ നല്ലതുപോലെ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യും, അണുപ്രസരം ഉണ്ടാവുകയും ചെയ്യില്ല, കുട്ടിക്കും വളരെയേറെ ഗുണം ചെയ്യും. ഇത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഹൈന്ദവ ധർമ്മത്തിലുള്ള ആചാരങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഏകദേശം 20-25ഓളം സ്ത്രീകളുടെ അരികിൽ, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും അരികിലായിട്ട് അതിൽ 25ഓളം സ്ത്രീകൾക്കരികിൽ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടും ഏകദേശം 25ഓളം ആൾക്കാരിൽ നിലവിളക്ക് കൊളുത്തി വെക്കാതെയും ആ നിശ്ചിത കാലഘട്ടത്തിൽ അവർ നിരീക്ഷണം നടത്തി. ഇത് നമ്മൾ നടത്തിയതല്ലട്ട, ജപ്പാനിലാണ് ചെയ്തത്. അപ്പോൾ ആ പരീക്ഷണം നടത്തിയ സമയത്ത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞതെന്നറിയോ? ഈ പറയുന്ന ഈ 25ഓളം നിലവിളക്ക് കൊളുത്തി വെച്ച അടുത്തുള്ള സഹോദരിമാർക്കും അല്ലെങ്കിൽ അമ്മമാർക്കും കുട്ടികൾക്കും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവർക്ക് പ്രതിരോധ ശേഷി നേടി അവർ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് അവർക്ക് ഉണ്ടാകുന്നത്. ആ അവസരത്തിൽ അവർക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങളും അവരെ ബാധിച്ചില്ല എന്നും മറ്റുള്ള കുട്ടികൾക്ക് മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങളും ബാധിച്ചതായിട്ടും അമ്മമാർക്കടക്കം അസുഖങ്ങൾ ബാധിച്ചതായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈന്ദവ സനാതന ധർമ്മത്തിലുള്ള മൂല്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ഇവർ കണ്ടെത്തി വെച്ചാൽ അത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരിലാണ് പരീക്ഷണം നടത്തിയത്. അവിടെയാണല്ലോ നിലവിളക്കിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കേരളത്തിലാണ്, മറ്റുള്ള സംസ്ഥാനങ്ങളിലല്ല. അപ്പോൾ ഇതിലെന്താണ് ഇതിന് പിന്നിലുള്ള തത്വമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയ സമയത്താണ് അവർ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് വളരെ പ്രധാനമുള്ളതാണ്. കാരണം രോഗാണുക്കളിൽ നിന്ന് മുക്തി നേടാൻ ഇത്തരത്തിൽ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ വാലായ്മയുണ്ടെങ്കിലും പൊലയുണ്ടെങ്കിലും വീട്ടിൽ നമ്മൾ നിലവിളക്ക് നിർബന്ധമായിട്ടും കത്തിക്കണം. എന്നാൽ അവിടെ മറ്റൊരു ചോദ്യം വരുന്നു, എൻ്റെ കുടുംബക്ഷേത്രമുണ്ട്, ആ കുടുംബക്ഷേത്രത്തിൽ എനിക്ക് വിളക്ക് കൊളുത്താൻ പറ്റുമോ? കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറിയിട്ട് കുറച്ച് അകലെയാണ്. എന്നാൽ ഒരു കാരണവശാലും പൊലയോ വാലായ്മയോ ഉള്ളവർ കുടുംബക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തരുത്. പൊലയോ വാലായ്മയുണ്ട് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് പറയുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലൊരാൾ മരിച്ചു, ഞാൻ പോയിട്ട് ആ കുടുംബക്ഷേത്രത്തിൽ വിളക്ക് കൊടുത്തരുത്. പൊല ഉണ്ട് എന്ന് പറയുന്ന മറ്റാരെങ്കിലും ബന്ധുക്കളുണ്ടാവില്ല, എൻ്റെ അനിയനോ മറ്റുണ്ട്, ഈ വീടുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല, അവർക്ക് കൊളുത്താം, അവർ ഇവിടത്തേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ മറ്റാർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷെ എനിക്ക് പൊല ബാധിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അതെന്താണ് അങ്ങനെ? അശുദ്ധി ഇല്ലാതാക്കുന്നതല്ലേ? അശുദ്ധി ഇല്ലാതാക്കുന്ന സമയത്ത് അത് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പൊല ബാധിച്ച കക്ഷി ആ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. പൊല ബാധിച്ച ആൾക്കാർ സമൂഹവുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. കാരണം കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ അവർ ഒരു കാരണവശാലും വീടിന് വെളിയിലേക്ക് പോകില്ല. കാരണം എന്താ? എൻ്റെ ശരീരത്തിലുള്ള രോഗാണുക്കളെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതേപോലെയുള്ള ആ അണുക്കളെ ഞാൻ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കാൻ പാടില്ല.
അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം, ഈ പൊലയുള്ള സമയത്ത് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല, സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ശ്രേഷ്ഠമായ അന്തരീക്ഷം ഉള്ളിടത്തേക്ക് ഞാൻ ചെന്നിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ എൻ്റെ രോഗാണുക്കൾ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള അണുക്കൾ അവിടെ മുഴുവൻ തന്നെ ഞാൻ അവിടെ പോകുമ്പോൾ പല ആൾക്കാരായിട്ട് സംസാരിക്കും, പല ആൾക്കാരെ കാണും, പലതും തൊടും എടുക്കും ഒക്കെ ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ രോഗാണുക്കൾ അല്ലെങ്കിൽ ഈ രോഗാണുക്കൾ എന്നാവുന്നില്ല, സാധാരണ ഇതിലുള്ള ഈ നെഗറ്റീവായിട്ടുള്ള എനർജിയെ അവിടെയൊക്കെ തന്നെ ഞാൻ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വിളക്ക് കൊളുത്തണ്ട എന്ന് പറയാൻ കാരണം. മറിച്ച് അത് മറ്റാർക്കെങ്കിലും ചെയ്യാം. മരിച്ച വീട്ടിലെ ആൾക്കാരും ജനിച്ച വീട്ടിലുള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ഇപ്പം ജനിച്ച വീട്ടിലെ ആൾക്കാർ പുറമേയുള്ള ആൾക്കാരായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ അണുക്കളെയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പുറത്തെന്തൊക്കെയോ തരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ടാവാം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നിരവധി രോഗാണുക്കൾ ഉണ്ടാവുക. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാൾ ജനിച്ചിട്ടുണ്ട്, അവിടെ അമ്മയുണ്ട് കുട്ടിയുണ്ട്, ഞാൻ എന്ത് ചെയ്യും, പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് അതേപോലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഈ കുട്ടീനെയും അമ്മയെയും ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ വെളിയിലേക്ക് പോകാൻ പാടില്ല, ബാലായ്മ എന്ന് പറയുന്നത്. അവർക്ക് ബാലായ്മയാണ് എന്ന് പറയുന്നത്, അവർക്ക് പൊല എന്ന് പറയുന്നത് പുറത്തുള്ള അശുദ്ധി വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാനും, പൊല എന്ന് പറയുന്നത് വീട്ടിലുള്ള അശുദ്ധി വെളിയിലേക്ക് പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ആചാര്യന്മാരുടെ സംവിധാനമാണ്. എന്ന് വെച്ചാൽ എനിക്കൊരു ദോഷമുണ്ടെങ്കിൽ അത് എൻ്റെ കുടുംബത്തിൽ മാത്രം ഉണ്ടാകണം, മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും ഞാൻ കാരണം, എൻ്റെ കുടുംബം കാരണം ഒരു തരത്തിലും ദോഷമുണ്ടാകാൻ പാടില്ല, അവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആചാരമാണ് സനാതന ധർമ്മവിശ്വാസികൾക്കുള്ളത്. അതാണ് അതിൻ്റെ പിന്നിലുള്ള തത്വം. അതല്ലാതെ മറ്റു മഹാപാപാവുന്നതുകൊണ്ടൊന്നല്ല ഒരാളെയും നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. വസുദൈവ കുടുംബം എന്നുള്ള സങ്കല്പമാണ് നമുക്കുള്ളത്. എന്ന് വെച്ചാൽ ലോകത്തിലെ മുഴുവൻ ആൾക്കാരും എൻ്റെ കുടുംബാംഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? പാടില്ല. അവരെല്ലാവർക്കും നമ്മൾ വേണ്ടത് ചെയ്തു കൊടുക്കല്ലേ വേണ്ടത്, അവർക്ക് ഉപകാരമേ ചെയ്യൂ. നമുക്ക് ഒരു ചിക്കൻ ബോക്സ് വന്നിരിക്കട്ടെ, നമ്മൾ എൻ്റെ മോളെ എന്ന് വെച്ചിട്ട് നമ്മുടെ മോളെ കെട്ടിപ്പിടിക്കില്ല. എന്തുകൊണ്ടാണ്? അവളോട് ആദ്യം ഒരു മോളെ ഇങ്ങോട്ട് വരല്ലേ, എത്ര സ്നേഹമുള്ള മോളായാലും ഒരു മോളെ ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞ് അവരോട് ഇങ്ങോട്ട് വരാതിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് മാറി താമസിക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിന്തിച്ചു നോക്കൂ. അതുപോലെയാണ് ഈ പൊലയുള്ള സമയത്ത് നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ദ്രോഹവും ഉണ്ടാവാൻ പാടില്ല എന്ന ചിന്ത. വാലായ്മയുള്ള സമയത്ത് പുറത്തു നിന്ന് ഒരു സാധനവും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ചിന്തയാണ് ഇത്തരത്തിലുള്ള പൊലയും വാലായ്മയും ഒക്കെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ആചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അവസരത്തിൽ ആ അണുനശീകരണത്തിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനവും നമ്മുടെ വീട്ടിൽ നിത്യവും വേണം. അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും എല്ലാ കാര്യത്തിലും അതൊരു പ്രധാന ഘടകമാണ് ഈ നിലവിളക്ക് കൊളുത്തുന്നത്. മരിച്ച വീട്ടിൽ നമ്മൾ അതിനടുത്ത് വിളക്ക് കൊളുത്തി വെക്കുമ്പോൾ അതിൻ്റെ മാത്രമല്ല നമ്മൾ കാൽക്കീഴയും അതുപോലെ തന്നെ തലക്ക് മുകളിലും നാളികേരത്തിൽ എണ്ണയൊഴിച്ചിട്ട് കത്തിക്കുന്നു. ഈ അണുപ്രസരം തടയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഈ ശത്ത് കിടക്കുന്ന ആൾക്കാർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. പട്ടാപ്പകൽ തന്നെയാണ് ഇത് കത്തിക്കുന്നത്. എന്ന് വെച്ചാൽ നാളികേരം കത്തുന്ന അവസരത്തിൽ, നാളികേരത്തിൽ എണ്ണയൊഴിച്ചിട്ട് അത് കത്തുന്ന അവസരത്തിലും ഒന്നാന്തരം അണുനാശിനിയായി അതവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കീഴ്ഭാഗത്തും മേൽഭാഗത്തും ചെയ്യുന്നുണ്ട്, രണ്ട് ഭാഗത്തും ചെയ്യുന്നുണ്ട്, വിളക്കും കൊളുത്തുന്നു. ഇത് മറ്റൊരാൾക്കാരും ചെയ്യാറില്ല. കാരണം ഈ വ്യക്തി കാരണം ജീവിച്ചിരിക്കുമ്പോഴോ ഗുണമില്ല, മരിച്ചിട്ടെങ്കിലും ദോഷം ചെയ്യേണ്ടെന്ന് ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ചോട്ടെ. ഏതായാലും ഈ ഒരു കാരണത്താൽ ഒരാൾക്കും ഒരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാവരുത് എന്നുള്ള ചിന്തയാണത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ 100% നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് എന്ത് വേണം, നിലവിളക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ വീടുകളിൽ കത്തിക്കാണ് വേണ്ടത്. അത് പൊലയുണ്ടോ ബാലായ്മയുണ്ടോ എന്നിട്ട് മാറ്റി നിർത്തുകയല്ല വേണ്ടത്. ഈ അവസരത്തിൽ ചില ആൾക്കാർ ചോദിക്കും, നമ്മൾക്ക് ആ വിളക്ക് കൊളുത്തിയിട്ട് അതിൻ്റെ അടുത്തിരുന്ന് നാമം ജപിക്കാൻ പാടുണ്ടോ എന്ന്. 100% നാമം ജപിക്കാൻ. മരിച്ചു കിടക്കുന്ന ശവത്തിൻ്റെ അരികിലിരുന്നിട്ട് രാമായണവും അതുപോലെ വേദമന്ത്രങ്ങളും അതുപോലെ സഹസ്രനാമങ്ങളും ഭാഗവതവും ഒക്കെ നമ്മൾ ജപിക്കാണ് വേണ്ടത്. കാരണം ഈ ജപിക്കുന്ന അവസരത്തിൽ ഒന്ന് നമ്മുടെ മനസ്സിന് നല്ലൊരു ശാന്തി സമാധാനം ഉണ്ടാകും, നമുക്കൊരു സമാധാനം കിട്ടും. ഭഗവത് നാമം ഉച്ചരിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. വിശ്വാസികളുടെ കാര്യം പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാമായണമൊക്കെ വായിക്കുമ്പോൾ ആ വായിക്കേണ്ട ഭാഗമുണ്ട്, ഇന്ന ഭാഗം വായിക്കണം എന്നൊക്കെ. ഈ ഭാഗം വായിക്കുന്ന സമയത്ത് ഈ ശവത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ആത്മാവ് നിശ്ചിത സമയം വരെ ആ ശവത്തിനോടുള്ള അല്ലെങ്കിൽ ആ ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കും. അതിങ്ങനെ നിൽക്കും. ഈ ശരീരം ഇത്രയും കാലം ഉപയോഗിച്ചതാ, ഇപ്പം അവസാന നിമിഷത്തിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ അത് അംഗീകരിക്കാൻ പോലും അത് പറ്റില്ല. അത് ആ
ശരീരവുമായി ചുറ്റിപ്പറ്റിയിട്ട് ആ ആത്മാവ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ആത്മാവിനുള്ള വഴി ഇനി എന്താണ് ആത്മാവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്താലാണ് ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തുക എന്നുള്ളത് വിവരിക്കുകയാണ് രാമായണ പാരായണത്തിലൂടെ ചെയ്യുന്നത്. അതിനാകൊണ്ടാണ് ആ ഭാഗം തന്നെ വായിക്കുന്നത്. ഇന്ന ഭാഗം വായിച്ചാൽ ആ ആത്മാവ് അത് കേൾക്കും, അവിടെയുള്ള എല്ലാ സജ്ജനങ്ങളും അത് കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, കാരണം ഇനി എൻ്റെ യാത്ര ഇങ്ങോട്ടാണ്, ഇങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വീണ്ടും പുനർജനിക്കേണ്ടതാണ്. ഈ പുനർജനനത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ വായിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അത് വായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ആണെങ്കിൽ, അത് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ, അതിന് പൊലയും വാലായ്മയും ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ നാമം ജപിക്കുന്നതിൽ ദോഷം? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നീയ ജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇത് ഒരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല എന്ന് പറയുന്നത്. എല്ലാവർക്കും നാമജപം നടത്താം. അത് ആർത്തവമുള്ള പെണ്ണായിക്കോട്ടെ, ശവം ദഹിപ്പിക്കുന്ന ആ ദാഹകനാവട്ടെ, അല്ലെങ്കിൽ ചണ്ടാളനാവട്ടെ, അവർക്ക് ആർക്കായാലും, കുളിക്കാത്തവനായാലും നനക്കാത്തവനായാലും ആർക്കായാലും നാമം ജപിക്കുന്നതിലൊരു ദോഷവുമില്ല. അപ്പോഴതെന്തുകൊണ്ടാണ്? ഒന്നും ചിന്തിക്കാനില്ല. ഇവിടെ ഈ മരിച്ച വീട്ടിലെ നാമജപം ഏറ്റവും പ്രാധാന്യമാണ്. നിലവിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് തന്നെ കുടുംബസമേതം നമ്മൾ നാമജപം നടത്തുകയാണ് വേണ്ടത്. അല്ലാണ്ട് പൊലയാണ് വാലായ്മയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് വേണ്ടത്. ഹരിനാമകീർത്തനത്തിൽ വളരെ കൃത്യമായിട്ട് അത് നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെയാണ് രാമായണം വായിക്കുന്ന സമയത്ത്. രാമായണം വായിക്കുമ്പോൾ ആദ്യം നമ്മൾ ദശരഥൻ്റെ ചരമ ഭാഗമാണ് വായിക്കുക. അപ്പോൾ ഒരു വ്യക്തി മരിച്ചതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ ദശരഥൻ്റെ ചരമഗതി വായിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ എണ്ണത്തോണിയിലെടുത്ത് ദഹിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ശവം ദഹിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം ഈ ആത്മാവിന് ബോധ്യമാകുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നീട് വായിക്കുന്നത് എവിടെയാണ്? നേരെ പോയിട്ട് സമ്പാദിവാക്യത്തിലാണ് വായിക്കുക. സമ്പാദിവാക്യത്തിൽ നിശാകര മുനി പറഞ്ഞു കൊടുക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് എങ്ങനെയാണ് പുനർജനിക്കുന്നത്, ഒരു അമ്മയുടെ വയറ്റിൽ ആ പുനർജനിക്കുന്നത്, ആ ഇത് ബീജം അമ്മയുടെ വയറ്റിലേക്ക് എങ്ങനെയാണ് ആ ബീജം എത്തിച്ചേരുന്നത്, ആ ബീജം ആ അമ്മയുടെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നത്, രണ്ടാമത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നത്, ഒരു മാസം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, 5 മാസം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് രോമങ്ങൾ വളരുന്നത് എപ്പോഴാണ്, കണ്ണ് വളരുന്നത് എപ്പോഴാണ്, ചെവി ഉണ്ടാകുന്നത് എപ്പോഴാണ്, നഖദന്തങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്, ഇതൊക്കെ തന്നെ ഈ സമ്പാദിവാക്യത്തിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മരിച്ചു കിടക്കുന്ന ആ ആത്മാവ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, ആത്മാവ് എവിടത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി വിവരിക്കുന്നതാണ് ഈ രാമായണത്തിലെ സമ്പാദിവാക്യം. അപ്പോൾ ദശരഥൻ്റെ ചരമഗതി കഴിഞ്ഞാൽ പിന്നെ വായിക്കേണ്ടത് ഈ പറയുന്ന ഈ സമ്പാദിവാക്യത്തിലെ ഈ ഒരു ഭാഗമാണ്. അവിടെ ഈ പുനർജനിക്കുന്നു, 10ാമത്തെ മാസം ഈ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വരെയുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞ ശേഷം നേരെ ശ്രീരാമാവതാരം. കാരണം ഈ കുട്ടി സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ പോലെയുള്ള ശ്രേഷ്ഠനായൊരു കുട്ടിയായിട്ടാണ് ജനിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഭാഗവും വായിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെയും കുറേ ഭാഗങ്ങൾ വായിക്കേണ്ടത്. അതൊക്കെ ഞാൻ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിഷയം മാറിപ്പോകും. കാരണം പരമാവധി ഒരുപടി ദൈർഘ്യമുള്ള വീഡിയോ ആകുമ്പോൾ നമുക്ക് കേൾക്കാനൊരു മടി വരും. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ രാമായണം നിർബന്ധമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമുക്ക് നാമജപം നടത്തിക്കൂടാ? 100% വീട്ടിൽ നാമജപം നടത്തുമ്പോൾ നമുക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള നല്ലൊരു എനർജിയാണ് ഉണ്ടാകുന്നത്. ഈ അവസരത്തിൽ നമ്മൾ നിലവിളക്ക് കൊളുത്തി വെക്കുകയും വേണം. അപ്പോൾ നമ്മൾ യാതൊരു മടിയും വേണ്ട, യാതൊരു സംശയവും വേണ്ട. നമുക്ക് 100% മരിച്ച വീടുകളിൽ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും നിലവിളക്ക് കൊളുത്തണം. ഇനി മരിച്ച വീടല്ല, പൊലയുള്ള വീടായാലും വാലായ്മയുള്ള വീടുകളിലായാലും നിർബന്ധമായിട്ടും എന്ത് വേണം? ഈ പറയുന്ന നിലവിളക്ക് കൊളുത്തിയിരിക്കണം. കുടുംബക്ഷേത്രങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തി അവിടെ പോയിട്ട് കത്തിക്കരുത്. അവനവൻ്റെ വീട്ടിൽ വിളക്ക് കൊളുത്താം, അത് മറ്റാരെങ്കിലും ഏൽപ്പിക്കാം. എന്ന് വെച്ചാൽ ഈ ശവവുമായിട്ട് അഭേദ്യമായി ബന്ധമില്ലാത്ത കുടുംബാംഗങ്ങളായ ആർക്ക് വേണമെങ്കിൽ അവിടെ വിളക്ക് കൊളുത്താം. പക്ഷെ ഈ ശവവുമായിട്ട് ഇടപഴകിയിട്ടില്ല, ആ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ പോലും പുറത്തു പോയിട്ട് വിളക്ക് കൊളുത്തുന്നത് ശരിയല്ല. അതിൻ്റെ കാരണവും ഞാൻ ബോധിപ്പിച്ചു. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടാവും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്താണ് അത് എന്നുള്ളത്, എന്ത് കാരണത്താലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ അതിലെന്താണ് യുക്തി, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഞാൻ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും, നന്നായിട്ടുണ്ട്, ശരിയായിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം. ചില ആൾക്കാർ പറയും എന്തിനാണ് ഇങ്ങനെ വികസിപ്പിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യം, അത് ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ. കാരണം നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് അത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊള്ളും,
ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തലയിലേക്ക് കയറില്ല. അവർക്ക് കുറേ കൂടി ലളിതമായിട്ട് കൊച്ചു കുട്ടികൾക്ക് വിവരിക്കുന്നതിൽ വിവരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇത്ര വലിച്ചു നീട്ടിയിട്ട് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ട് നല്ലപോലെ അറിവുള്ള ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് സാധാരണക്കാരായ വളരെ താഴേക്കടയിലുള്ള സഹോദരിമാർക്കും സഹോദരന്മാർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയാണ്. അപ്പോൾ അവരാണ് ഇത് കേൾക്കേണ്ടത്, അവരാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അവർ മനസ്സിലാക്കുക മാത്രമല്ല, ഇത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും വേണം. നാളെ നമ്മുടെ കുട്ടികൾ വന്ന് നമ്മളോടൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം മുട്ടിപ്പോകരുത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായി കാണുകയും നമ്മൾക്ക് താല്പര്യമുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും അതുപോലെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും അയച്ചു കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം എന്താണ് ഇതിൻ്റെ പിന്നീടുള്ള തത്വമെന്ന്. എല്ലാവരും പരിഹസിക്കും, ഹിന്ദുക്കളുടെ ഇടയിൽ എന്തൊക്കെ ആചാരമാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? മറ്റു മതവിഭാഗക്കാർ ചെയ്യുമ്പോൾ അങ്ങ് ചെയ്താൽ പോരെ? നോക്കൂ, അവർ ശവം ആ വീട്ടിൽ മാത്രമല്ല, നമ്മൾ ഒരു കാരണവശാലും ശവം ചത്തു കഴിഞ്ഞാൽ, ഈ ഒരു ജീവി ചത്തു കഴിഞ്ഞാൽ ആ ശരീരം എടുത്തുകൊണ്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ മറ്റു മതവിഭാഗക്കാർ അവരുടെ ആരാധനാലയത്തിൽ പോലും കയറ്റി വെക്കുന്നു എന്നുള്ളത് നോക്കൂ. അതിൻ്റെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. പക്ഷെ നമ്മളോ ആ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തിയെ എത്രയും പെട്ടെന്ന് ദഹിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അത് കൂടുതൽ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഇന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നിരവധി സ്ഥലങ്ങളിൽ പൊതുദർശനത്തിന് വെച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും അത് നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ശവത്തെ കാണാൻ വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ആ പ്രസരിപ്പുള്ള ആ ഊർജ്ജസ്വലതയുള്ള ആ മുഖത്തെ കാണുന്നതിന് പകരം മരിച്ചു കിടക്കുമ്പോൾ ജീർണിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ആ ചലനമറ്റ് കിടക്കുന്ന ശരീരത്തെ കണ്ടിട്ട് ഒരു ഗുണവുമില്ല. പക്ഷെ അതിന് വേണ്ടുന്ന പരിഗണന കൊടുത്ത് അതിന് വേണ്ടുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഓരോ സനാതനധർമ്മ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്. ആ ശവം എടുത്തിട്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക. അപ്പോൾ അതിലൂടെ അവിടെയും നമ്മൾ ആ തരത്തിലുള്ള അണുപ്രസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതും ശരിയായൊരു നടപടിയല്ല. സനാതനധർമ്മത്തിൽ പറയുന്നതല്ല, മറ്റുള്ള ധർമ്മങ്ങളിലൊക്കെ അത് പറയുന്നുണ്ടാവാം. പക്ഷെ അത് യുക്തിയല്ല, അത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഗരുഡ പുരാണത്തിലും അഗ്നിപുരാണത്തിലൊക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്കുണ്ടാകുന്ന സംശയം ഈ പറയുന്ന നിലവിളക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. യാതൊരു സംശയം വേണ്ട, നമുക്ക് നിലവിളക്ക് കൊളുത്തണം. അതുപോലെ തന്നെ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണം, നാമജപം നടത്തണം. ആ നാമജപം നടത്തുന്ന സമയത്ത് ആ ദുഃഖമായ അന്തരീക്ഷം മാറ്റി അവിടെ ഭക്തിയുടെ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്ന ആ സമയത്ത് പോലും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നെങ്കിലും ജപിക്കാൻ നമ്മൾ തയ്യാറാകണം. മടി പിടിച്ച് മാറി നിൽക്കല്ല വേണ്ടത്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതിനാണ് ശ്രേഷ്ഠമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സനാതന ധർമ്മത്തിൽ ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കൃത്യമായി നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്നും കൂടി അത് ശ്രദ്ധിക്കുക, ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും അടുത്ത ഒരു ഭാഗം ഞാൻ ഉദ്ദേശിക്കുന്നത്, പറ്റുമെങ്കിൽ നിലവിളക്ക് എന്തിനാണ് കത്തിക്കുന്നത്, അതിൻ്റെ സമയം എന്താണ്, നിലവിളക്ക് കത്തിക്കാൻ എന്തെങ്കിലും സമയമുണ്ടോ, ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ്, വിളക്ക് കൊളുത്തേണ്ടത് ഏത് സമയത്താണെന്ന് മാത്രമല്ല അത് അതിനെക്കൊണ്ട് ഗുണമെന്താണ്, അത് നിർബന്ധമുണ്ടോ, അതിൽ ഏത് തരത്തിൽ എണ്ണ ഒഴിക്കണം, അത് എങ്ങനെയാണ് അത് കെടുത്തേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ വിശദമാക്കുന്ന ഒരു പ്രഭാഷണമാണ് ഞാൻ അടുത്ത ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആചാരങ്ങളിൽ പ്രധാനമായിട്ടുള്ള വിവാഹ ചടങ്ങുകൾ എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ഇപ്പോൾ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ വിവാഹ ചടങ്ങുകൾ എങ്ങനെ ചെയ്യണം, അതുപോലെ ഗൃഹപ്രവേശന ചടങ്ങുകൾ എങ്ങനെ ചെയ്യണം, കുട്ടിക്ക് പേര് വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള ഒക്കെ വീഡിയോകൾ നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.